ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു അല്ലേ? ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പല വേഷങ്ങൾ കിട്ടുമ്പോൾ പല ആളുകളും പല രീതിക്ക് സമീപിക്കാം, അഡ്ജസ്റ്റ്മെന്റ് വരെ പല രീതിക്കും സംസാര രീതികൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇപ്പൊ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ നോക്കിയാൽ അറിയാം. അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഞാൻ സിനിമയിൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോ ചെയ്തത് ആരണ്യം എന്ന് പറഞ്ഞ മൂവി ഇപ്പം ജനുവരിയിൽ റിലീസ് ആവാൻ പോവാണ്. പിന്നെ കാത്തൊരു കല്യാണം, ഇതാണ് എടുത്ത് പറയാൻ. ഇല്ല, അതിലും ഇല്ല. അതിൽ ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പറയുന്നതല്ല, അതിപ്പോൾ ഈ ഫീൽഡിൽ വന്നതിനെ കൊണ്ട് അനുഭവം ഉണ്ടാവണമെന്നില്ല ഉള്ളൂന്നില്ലല്ലോ. അതിന് ഏത് മേഖലയിൽ ഇപ്പോൾ വീട്ടിലിരിക്കുന്നവർ പോകുന്നില്ല, വീട്ടിൽ പൈസ ഇല്ല. കേട്ടിട്ടുണ്ട് ഭർത്താവ് ഗൾഫിലാണ്, പോകുന്ന ഭാര്യമാരുണ്ട്. കാരണം സൂഹിക്കാൻ വേണ്ടി ആയിരിക്കില്ല, ചിലപ്പം ഭർത്താക്കന്മാർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. മീൻസ് ചിലവിന് കൊടുക്കുന്നുണ്ടാവില്ല, ആക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ജീവിച്ചേ പറ്റുള്ളൂ കൊണ്ട് പോകുന്നതായിരിക്കാം. തെറ്റ് എന്ന് പറയാൻ ഇതിലിപ്പം എൻ്റെ കാര്യമല്ല, ഞാൻ വർക്ക് സിനിമ അങ്ങനെ ചെയ്തിട്ടില്ല, കൂടുതൽ സീരിയലാണ് ചെയ്തത്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം. നമ്മൾ ഇതിന് വേണ്ടി മാത്രം, അവസരത്തിന് വേണ്ടി മാത്രം എല്ലാവരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഒരു പക്ഷെ അവരൊക്കെ അങ്ങനെ പോയിട്ട്. പിന്നെ പറയാച്ചാ പ്രൊഡക്ഷൻ കൺട്രോളോട് ചോദിച്ചു നോക്കാം, ഒരു മെയിൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾക്കാണോ ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാണോ പൈസ കൂടുതൽ കിട്ടുന്നത്? ചോദിച്ചു നോക്കിയാൽ ഫീമെയിൽ തന്നെയാണ്. അല്ല ഫീമെയിൽ. അപ്പൊ അങ്ങനെയൊക്കെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെയാണ്, അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അവിടെ. ഇതെന്റെ ഒരു ആദ്യ അറിവാണ്. അല്ല, തെറ്റായ കണ്ണിൽ നോക്കുന്ന ആൾക്കാരുണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത്, 2 കുട്ടികളെ ചേർത്ത് താമസിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അവിടെ മനസ്സിൽ ആഴത്തിൽ തട്ടിയ ഒരു അനുഭവം എന്തായിരിക്കും? പൈസേൻ്റെ കാര്യം തന്നെയാണ് ബുദ്ധിമുട്ട് വന്നത്. ഞാൻ സഹായിച്ചവർ പോലും മുഖം തിരിഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞു വെച്ചാൽ ഈ കല്യാണത്തിന് ഏട്ടനാണ് മൊത്തം ചെയ്തത്. ഏട്ടന് സമയം ചേച്ചി, ഏട്ടൻ്റെ വീട്ടിലെല്ലാവരും. എന്നുവെച്ചാൽ എൻ്റെ വീട്ടുകാരോട് പോലും ഒന്നും എടുക്കരുത് എന്നാണ് പറഞ്ഞത്. എനിക്ക് വർക്കിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടും വർക്കിൻ്റെ കുറവ് കൊണ്ടും ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നെ അവസ്ഥ അറിയുന്നവരോട് പോലും ഞാൻ ചോദിച്ചിട്ട് ഈ കല്യാണത്തിൻ്റെ ഈ ടൈമിൽ തന്നെ ചോദിച്ചപ്പോൾ ഒറ്റയടിക്ക് തിരിഞ്ഞവരുണ്ട്. കാരണം മൊത്തം സപ്പോർട്ട് ചെയ്ത് എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരെ ഒരു മുഖം തിരിച്ച് ഭയങ്കരമായിട്ട് എന്താണ് നല്ല, ഞാൻ പറയുകയും ചെയ്തു, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ആരും പേരൊന്നും പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവർ മോശം രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് വരണം, നീ പൈസ തരണ്ട, ഇന്ന സ്ഥലത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകേണ്ട ആവശ്യം വന്നില്ല, ഞാൻ പൈസ തിരിച്ചു കൊടുത്തു. അത് 5000 ആയിട്ട് അങ്ങനെ കുറച്ചായിട്ട് കൊടുക്കുകയും ചെയ്യും. അല്ല, നാളെ ഇനിയിപ്പോൾ ഞാൻ ഞെട്ടി എന്ന് പറയണ, ഞാൻ ഞെട്ടിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ അറിയുന്ന എല്ലാം ഷെയർ ചെയ്തിട്ടുള്ള കുടുംബജീവിതം മുന്നോട്ട് പോകണം, എല്ലാം ഷെയർ ചെയ്യണം. അപ്പോഴാണ് കുടുംബജീവിതം യാഥാർത്ഥ്യത്തിലാകുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും നെട്ടുന്നില്ല എന്ന് നമുക്കറിയാം. എനിക്കെന്തും തുറന്ന് പറയാം, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഏട്ടൻ്റെ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മളത് എന്തുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റും. ഏട്ടൻ ഇന്നാൾ വിളിച്ചു, അപ്പോൾ എൻ്റെ അടുത്ത് പറയും, എന്തിനാ കുഞ്ഞുമോളെ ഞാൻ അത് പറയണ്ട, നീ വിളിച്ചു, നല്ലതാണ് സംസാരിക്കുക, ഇല്ല ഞാൻ കട്ട് ചെയ്യാം, വിടുക, അത്രയേ ഉള്ളൂ. ഈ കമൻറ്റ് വരുമ്പോൾ ഞാൻ പറയും, ഞാൻ വിളിക്കട്ടെ, ഫേസ്ബുക്കിൽ ആരും റെക്കോർഡ് ചെയ്ത് നോക്കൂ, ഞാൻ ചോദിക്കും, ഞാൻ വിളിക്കട്ടെ. വേണ്ട കുഞ്ഞുമോളെ, അത് വിട്, അവർ പറയുന്നവരങ്ങ് പറയട്ടെ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല, നിനക്ക് കുഴപ്പമുണ്ടോ? ഇല്ല, എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ വിടും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.